ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മെ സാധാരണയായി ദൈവജനം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തീർച്ചയായും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ഒരു സമൂഹം തന്നെയാണ് നാം എല്ലാവരും. എന്നാൽ ദൈവജനം എന്ന വിശേഷണത്തിന് കേവലം ക്രൈസ്തവർ മാത്രമാണോ അർഹരായിട്ടുള്ളത്? ഈ ലോകത്തിൽ അനേകായിരം മതങ്ങളും മതവിഭാഗങ്ങളും ഒക്കെയുള്ളപ്പോൾ ഒരു ചെറു സമൂഹത്തെ മാത്രം ദൈവജനമെന്ന് നമുക്ക് വിളിക്കാമോ? ഈ ഒരു സന്ദേഹത്തിന് സാധാരണ എങ്ങനെ പറയാറുണ്ട്? പീപ്പിൾ ഓഫ് ഗാഡ് ആൻഡ് പീപ്പിൾസ് ഓഫ് ഗാഡ്. ദൈവത്തിന് ഒരു ജനമുണ്ട്, അതുകൂടാതെ സകല ജനവും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. നാം എല്ലാവരും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് മതസംഹിതകളും ഒരുപാട് മതഗ്രന്ഥങ്ങളും ഒക്കെയുണ്ട്. മുസ്ലിംസിന് ഖുറാൻ പോലെ, ഹിന്ദുക്കൾക്ക് വേദങ്ങളും ഉപനിഷത്തുകളും പോലെ, ക്രൈസ്തവരായ നമുക്ക് വിശുദ്ധ ബൈബിൾ. പക്ഷേ ബൈബിൾ നമുക്ക് കേവലം ഒരു മതഗ്രന്ഥം മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തെയും ആത്മീക ജീവിതത്തെയും ഏറ്റവും മൂല്യവത്താക്കി മാറ്റുന്ന ഒരു അനന്യ ഗ്രന്ഥമാണ്. നമ്മുടെ സ്വത്വത്തിൻ്റെ അടിസ്ഥാനമാണ്. ബൈബിൾ തീർച്ചയായിട്ടും ഒരു അത്ഭുത ഗ്രന്ഥം തന്നെയാണ്. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, യഹൂദ മതഗ്രന്ഥമായ പഴയ നിയമവും പിന്നെ ക്രൈസ്തവ സാക്ഷ്യങ്ങളും ഒക്കെ ഉൾപ്പെട്ട ഒന്നാണ് വേദപുസ്തകം ബൈബിൾ. പുതിയ നിയമവും പഴയ നിയമവുമായി നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ ബൈബിൾ. പക്ഷെ നമ്മൾ ഇന്നത്തെ ധ്യാനത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, ദൈവം ഈ ലോകത്തിൽ തൻ്റെ അസ്തിത്വത്തെ, സ്വത്വത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, അത് മതഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നു, പ്രകൃതിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കുന്നു, മനസ്സാക്ഷിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ദൈവത്തിൻ്റെ വെളിപ്പാട് ഈ ലോകത്തിൽ മനസ്സിലാക്കുന്നത്. വിവിധ മതഗ്രന്ഥങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. അവയെല്ലാം നമുക്ക് ഒറ്റ വാക്കിൽ അടച്ചാക്ഷേപിക്കാമോ? അത് ദൈവീകമല്ല എന്നും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്നും അത് നമുക്ക് ചേർന്നതല്ല എന്നുമൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ മാറ്റി നിർത്താൻ കഴിയുമോ? അടച്ചാക്ഷേപിക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. കാര്യം, മതം എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ ദൈവാന്വേഷണമാണ്. മനുഷ്യൻ്റെ ദൈവാന്വേഷണം. ഓരോ കാലഘട്ടത്തിലും ഓരോ ആചാര്യന്മാർ പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ അവർ ദൈവത്തെ അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരുടെ കണ്ടെത്തലുകളെയാണ് മതഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ വിവരണം ഒരു മതഗ്രന്ഥത്തിനുമില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ്. ഇവൻ ബൈബിളിൽ പോലും ദൈവത്തെക്കുറിച്ചുള്ള മുഴുവൻ പ്രൂഫ് നമുക്ക് തരുന്നില്ല. ഓഫ് കോഴ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തരുന്നു, പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ബൈബിളിൽ പറയാൻ പറ്റില്ല. കാര്യം, അത് മനുഷ്യൻ്റെ ഭാഷയ്ക്ക് ഒതുങ്ങുന്ന ഒന്നല്ല. മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റില്ല. എല്ലാ മതഗ്രന്ഥങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള ചില അനുരണനങ്ങൾ, ചില പ്രകാശനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേദങ്ങളും ഖുറാനുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും അവർ ക്രിസ്തുവിലേക്ക് ഒരു ചൂണ്ടുപലകയായി മാറുന്നു. പ്രിയമുള്ളവരെ, മാത്രമല്ല, ഈ ലോകത്ത് പല മതങ്ങളെയും വിമർശിച്ചുകൊണ്ട് പുതിയ മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം, വേദമതങ്ങളെ വിമർശിച്ചു കൊണ്ടുണ്ടായ മതമാണ് ബുദ്ധമതം. വേദമതങ്ങളെ, വേദോപനിഷത്തുകളിൽ നൽകപ്പെട്ട മതത്തെ വിമർശിച്ചുകൊണ്ടാണ് ബുദ്ധമതമുണ്ടായത്. ഹിന്ദു മുസ്ലിം മതങ്ങളുടെ ഒരു സമ്മിശ്രമാണ് 16-ാം നൂറ്റാണ്ടിലുണ്ടായ സിഖ് മതം. അപ്പം ഇങ്ങനെ പല തലങ്ങളിൽ മതവിഭാഗങ്ങൾ, മതക്രമീകരണങ്ങൾ ഈ ലോകത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, യേശുക്രിസ്തുവിനും ഏതാണ്ട് 500-600 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാം മതമുണ്ടായത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ വളരെ ആദരവോടെ കാണുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ഖുർആൻ. വളരെ ആദരവോടെ. മാത്രമല്ല, രസകരമായ മറ്റൊരു മനസ്സിലാക്കൽ, ബൈബിളിൻ്റെ ഒരു അറബ് ഭാഷയുണ്ട്. വേദപുസ്തകത്തിന് ഒരു അറബ് ഭാഷയുണ്ട്. നമുക്കറിയാം,
നമ്മുടെ മലയാളം ബൈബിളുണ്ട്, ഇംഗ്ലീഷ് ബൈബിളുണ്ട്, തമിഴ് ബൈബിൾ എന്ന് പറയുന്നത് പോലെ അറബ് ബൈബിളുണ്ട്. അറബ് ബൈബിളിൽ യഹോവയായ ദൈവത്തെ വിളിക്കുന്ന പേര് അള്ളാ എന്നാണ്. അള്ളാ എന്നാണ് യഹോവയായ ദൈവത്തെ അറബ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത സംബന്ധം ഈ മതങ്ങൾ തമ്മിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം അതിൻ്റെ 110, 111 വാക്യങ്ങളിലൊക്കെ ഓ മറിയമിൻ്റെ മകൻ ഈസ, നിനക്കും നിൻ്റെ മാതാവിനും നാം നൽകിയ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുക. നാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിന്നെ പ്രബലനാക്കി. നീ തൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിച്ചു. വേദവും ദർശനവും തോറയുമൊക്കെ പഠിച്ചു. നീ കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി അതിനെ ഊതി ജീവനുള്ളതാക്കി. ജന്മനാ അന്ധരെയും കുഷ്ഠരോഗികളെയും നീ സൗഖ്യമാക്കി. നീ മരിച്ചവരെ ഉയർപ്പിച്ചു. ഇത് ഈസാ നബിയെക്കുറിച്ച് ഖുറാനിൽ പറയുന്ന ഒരു കാര്യമാണ്. അതിൽ നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിനും ശേഷമുണ്ടായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ എന്ന് പറയും. ആ ഗ്രന്ഥങ്ങളിൽ ഒന്നിൽ ബാലനായ യേശു കളിമണ്ണ് കൊണ്ട് പക്ഷികളെ ഉണ്ടാക്കുമത്രേ. അങ്ങനെ കളിമണ്ണ് കൊണ്ട് പക്ഷികളെ ഉണ്ടാക്കിയിട്ട് അതിൽ ഊതുമ്പോൾ ആ പക്ഷികൾ കളിമൺ പ്രതിമയായ അത് ജീവനുള്ളതായി മാറും എന്നൊക്കെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലുണ്ട്. മേ ബി അവിടെ നിന്നൊക്കെ കടമെടുത്തിട്ടാകണം ഖുറാനിൽ ഇങ്ങനെ പറയുന്നത്, നീ കളിമണ്ണ് കൊണ്ട് പക്ഷികളുണ്ടാക്കി പറപ്പിച്ചില്ലേ എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല ഖുറാൻ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അവിടെ മറിയമ്മിൻ്റെ പുത്രൻ ഈസാ മസീഹ് ദൈവദൂതനും ദൈവം മറിയമ്മിലേക്ക് അയച്ച വചനവും അത്രേ എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. യേശുവിന് മരണം സംഭവിച്ചില്ല എന്നാണ് ഖുറാൻ പറയുന്നത്. യേശു മരിച്ചിട്ടില്ല എന്നൊക്കെ ഖുറാൻ പറയുന്നുണ്ട്. അത് നേരെ മറിച്ച് അള്ളാഹു യേശുവിനെ തന്നിലേക്ക് ഉയർത്തിയതാണ് എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ലോകാവസാനത്തിന് മുമ്പ് യേശുവിൻ്റെ പുനരാഗമനമുണ്ടാകും എന്ന് പറയുന്നത് ഖുറാനാണ്. യേശു വീണ്ടും വരുമെന്ന് ഖുറാൻ പറയുന്നുണ്ട്. ലോകം മുഴുവനും യേശുവിൻ്റെ അധീനതയിലാകും എന്ന് പറയുന്നുണ്ട്. യേശു വീണ്ടും വരുന്നത് എന്തിനാണ്? ഖുറാൻ പറയുന്നത് ഇങ്ങനെയാണ്: കുരിശ് തകർക്കുക, ഹജ്ജ് നിർവഹിക്കുക, അന്തിക്രിസ്തുവിനെയും അവൻ്റെ അനുയായികളെയും നശിപ്പിക്കുക, പാപരഹിതർക്കും പരിശുദ്ധർക്കും അഭയം കൊടുക്കുക. ഇതിനു വേണ്ടി ഈസാ നബി വീണ്ടും വരും എന്ന് ഖുറാൻ പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇങ്ങനെ പല മതങ്ങളിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ വെളിപ്പാട് നമ്മൾ കാണുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ വെളിപ്പാട് നമ്മൾ കാണുന്നുണ്ട്. ദൈവമെന്ന് പറഞ്ഞാൽ ഒരു കുടിസായ സമൂഹത്തിൻ്റെ മാത്രം കുത്തകയല്ല. ദൈവം അതീത ദർശനത്തിൻ്റെ വക്താവാണ്. ദൈവം എല്ലാവരുടേതുമാണ്. ഇവിടെയുള്ള ദുഷ്ടൻ്റെതും നന്മയുള്ളവൻ്റെതും ഇവിടെയുള്ള മറ്റു മതക്കാരൻ്റെതും മതവിശ്വാസികളല്ലാത്തവരുടേതും നിരീശ്വരൻ്റെതും എല്ലാവർക്കും ദൈവം തന്നെയാണ്. ആരും ദൈവമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് മുക്തമല്ല. ദൈവത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും സാധിക്കുകയില്ല. ദൈവം എല്ലാവർക്കും ദൈവം തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ളൊരു വിശാലത നമുക്കുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഈ മതങ്ങളുടെ പേര് പറഞ്ഞ് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വഴിമാറിപ്പോകരുത്. ഉദാഹരണം പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെ പരീശന്മാരെ കുറിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞു, നിങ്ങൾ മതത്തിൽ ആൾക്കാരെ ചേർക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കർത്താവ് പറഞ്ഞതാണ്, നിങ്ങളുടെ മതത്തിൽ ആൾക്കാരെ ചേർക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പ്രിയമുള്ളവരെ, ഗോസ്പൽ സുവിശേഷം, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, യേശു കർത്താവ് നിന്നെ രക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേവലം കുറേ ആൾക്കാരെ നമ്മുടെ മതത്തിൻ്റെ ഭാഗമാക്കാനുള്ള തന്ത്രമല്ല. മറിച്ച് ക്രിസ്തുവിനോട് വെളിപ്പെട്ട അനശ്വരമായ ദൈവസ്നേഹത്തെ നമ്മൾ വെളിപ്പെടുത്തുന്ന ഒന്നാണ് എന്നാരും മറക്കാതിരിക്കുക. ബൈബിളിൽ തന്നെ ഇതര വിശ്വാസത്തിൽപ്പെട്ടവരെ കർത്താവ് സ്വീകരിക്കുന്ന വിധങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് ധ്യാന വിചാരങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസും കുറേ ഫിലോസഫേഴ്സും തമ്മിലുള്ള ഒരു സംവാദമാണ്. പ്രത്യേകിച്ചും ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ തത്വശാസ്ത്രത്തിൻ്റെ തറവാടാണ് ഗ്രീക്ക് ദേശം. അവിടെ സ്റ്റോയിക് മതക്കാർ, മറ്റു പല താത്വിക വിചാരങ്ങളിലൊക്കെ ആയിരുന്നവർ, ഇവരുമായിട്ടുള്ളൊരു സംഭാഷണത്തിലും സംവാദത്തിലും വിശുദ്ധ പൗലോസ് പോകുന്നുണ്ട്.
അങ്ങനെ വിശുദ്ധ പൗലോസ് ആ നാടൊക്കെ അഥേന, ഏതൻസ് ഒക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചു. നമുക്കറിയാലോ, ഒളിമ്പിക്സ് ഒക്കെ നടന്ന സ്ഥലമാണ്. ഏതൻസൊക്കെ ചുറ്റി സഞ്ചരിച്ച് പൗലോസ് ഇങ്ങനെ വരികയാണ്. മാത്രമല്ല ഏതൻസിലെ ക്ഷേത്രങ്ങളെയും പൗലോസ് സന്ദർശിച്ചു. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. ഏതൻസിലുള്ള ക്ഷേത്രങ്ങളെയും പൗലോസ് സന്ദർശിച്ചു. അവിടെയുള്ള ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് നാടൊക്കെ ചുറ്റി നടന്ന് തിരിച്ചു വന്നിട്ട് വൈകിട്ടായപ്പോൾ ഒരു കവലയോഗം. ഈ കവലയോഗത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ പൗലോസ് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരാണ് എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ വളരെ ഡിവോട്ടഡ് ആണ്, നിങ്ങൾ അതിഭക്തന്മാരാണ് എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. നിങ്ങൾ വളരെ കമ്മിറ്റഡ് ആണ്, നിങ്ങൾ ഡിവോട്ടഡ് ആണ്, നിങ്ങൾ അതിഭക്തന്മാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ക്ഷേത്രങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചു, നിങ്ങളുടെ പൂജാഗിരികളെയൊക്കെ ഞാൻ ഒന്ന് കണ്ടു. അതിൽ ഒരു വേദിക്കല്ല് ഞാൻ കണ്ടു. ആ വേദിക്കല്ലിൽ അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുണ്ട്. അജ്ഞാത ദേവന് എന്ന് എഴുതിയിരിക്കുന്നൊരു വേദിക്കല്ല്, ഒരു പ്രതിഷ്ഠ ഞാൻ കണ്ടു. ഓക്കെ, അജ്ഞാത ദേവന് എന്ന് എഴുതിയിരിക്കുന്നൊരു പ്രതിഷ്ഠ കണ്ടു. യെസ്, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ അജ്ഞാത ദേവനെക്കുറിച്ചാണ്. ഈ അജ്ഞാത ദേവനെക്കുറിച്ചാണ്. എന്നിട്ട് അദ്ദേഹം യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നോക്കണേ, അന്നൊക്കെ ഉണ്ടായിരുന്ന മതസംവാദങ്ങൾ എത്ര വിപുലമായിരുന്നു എന്നൊന്ന് ചിന്തിക്കുക. ഇങ്ങനൊരു മതസംവാദം നമുക്കിന്ന് സാധ്യമാണോ? നമ്മുടെ ഇന്ത്യയിൽ വളരെ പരിമിതമാണ്. കാര്യം നമ്മളെല്ലാവരും മതഭ്രാന്തന്മാരാണ്. കുറേ കൂടെ വിശാലമായ ഒരു മതസംവാദങ്ങൾ കുറേ കൂടെ വിശാലമായ രീതിയിൽ നടക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഭാഗം നമ്മോട് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ആ പ്രസംഗത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ്, ഈ പ്രപഞ്ചത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വെളിപ്പാട്, ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാം. ഗോഡ്സ് യൂണിവേഴ്സൽ വിറ്റ്നസ്, ദൈവത്തിൻ്റെ പ്രാപഞ്ചികമായ സാക്ഷ്യം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാം. ലോകം ചമച്ചുണ്ടാക്കിയത് കർത്താവാണ്, അവിടുത്തെ മക്കളാണ് നാം എല്ലാവരും. അതുകൊണ്ട് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ആ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. ആ ദൈവത്തെ നിങ്ങൾ അറിയണം. ആ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചു എന്നൊക്കെ പറഞ്ഞ് ആ പ്രസംഗം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. യൂണിവേഴ്സൽ വിറ്റ്നസ് ഓഫ് ഗാഡ് ഇൻ ദിസ് നേച്ചർ, ഈ പ്രകൃതിയിലെ ദൈവത്തിൻ്റെ ഒരു പ്രാപഞ്ചിക സാക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം ശക്തമായി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ ഒരുപാട് പേർ സുവിശേഷത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു, കർത്താവിനെ അറിയാൻ താല്പര്യപ്പെട്ടു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പല മതഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കർത്താവിനെ അറിയാൻ പറ്റും. ഈ പ്രപഞ്ചത്തിലൂടെ ദൈവത്തെ അറിയാൻ പറ്റും. സങ്കീർത്തനങ്ങൾ 19:1 ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ആകാശത്തെ നോക്കിക്കൊണ്ട് ദൈവമഹത്വം കണ്ടിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, കണ്ടിട്ടുണ്ടോ? പൊന്മുടിയിൽ പോയി നിന്നുകൊണ്ട് മലനിരകൾ കണ്ടിട്ട് ഇതൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. പ്രകൃതി ദൈവത്തിൻ്റെ സാക്ഷിയാണ്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല അല്ലേ? നമ്മൾ അങ്ങനെയൊന്നും മനസ്സിലായി. നമുക്ക് രോഗം സൗഖ്യം വരുമ്പോഴാണ് ദൈവമഹത്വം ഉള്ളതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിക്കൊരു പ്രശ്നം വന്നു, കർത്താവ് പരിഹരിക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റുക. അങ്ങനെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്ക്, ഈ പ്രകൃതിയിലേക്ക് നോക്ക്, ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. പൂക്കൾ, കിളികൾ, പർവ്വതങ്ങൾ, മലനിരകൾ, കാട്ടാറുകൾ എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അതുകൊണ്ട് ഈ പ്രകൃതിയിൽ തന്നെ, പ്രപഞ്ചത്തിൽ തന്നെ ഒരു യൂണിവേഴ്സൽ വിറ്റ്നസ്, ഒരു പ്രാപഞ്ചിക സാക്ഷ്യം ദൈവം നിയമിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ മനുഷ്യരായി നമുക്ക് കഴിയണം. ഇത് പൗലോസ് പറയുന്നുണ്ട്, വചനം പറയുന്നുണ്ട്. 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ദൈവികമായ പ്രകാശനങ്ങളുണ്ട്. അവയെല്ലാം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അതറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം. 2, ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ സാക്ഷ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മൾ നിർബന്ധമായും അറിയണം. 3, സാധാരണ നമ്മൾ ക്രൈസ്തവരായി നമ്മളൊക്കെ ചോദിക്കുന്നൊരു, ഈ അടുത്ത കാലത്ത് ഞാനൊരു പ്രസംഗം കേട്ടത്, ഗാന്ധിജി സ്വർഗത്തിൽ പോകില്ല. ഒരാൾ പറഞ്ഞതാണ് കേട്ടോ, ഒരു ഇവാഞ്ചലിസ്റ്റ് ഇങ്ങനെ തകർപ്പൻ പ്രസംഗമാണ്. കാര്യം ഗാന്ധിജി സ്വർഗത്തിൽ പോവില്ല, ഗാന്ധിജി സ്വർഗത്തിൽ പോകുമെന്നോ എനിക്കറിയില്ല, അത് വിധിക്കാൻ ഞാൻ ആളുമല്ല, നമുക്കാർക്കും അറിയത്തില്ല. ഇങ്ങനെയുള്ള അവർ ഹിന്ദുക്കളായതുകൊണ്ട് സ്വർഗത്തിൽ പോവില്ല, അവർ മുസ്ലിംസ് ആയതുകൊണ്ട് സ്വർഗത്തിൽ പോവില്ല, അവരങ്ങനെ ആയതുകൊണ്ട് സ്വർഗത്തിൽ പോവില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ വിധിക്കാൻ ഞാൻ ആരാണ്? ബൈബിൾ അസന്നിഗ്ധമായി പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ,
കർത്താവ് തന്നെയാണ് വഴിയും സത്യവും ജീവനും. അവനിലൂടെയാണ് നമുക്ക് നിത്യരക്ഷയ്ക്കുള്ള നിത്യജീവനിലേക്കുള്ള കവാടം തുറക്കപ്പെടുന്നത്. അതൊന്നും ആരും നിഷേധിക്കുന്നില്ല. അനശ്വര സത്യങ്ങളാണ്, സനാതന സത്യങ്ങളാണ്. എന്നാൽ കോടിക്കണക്കിന് ആൾക്കാർ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ച് മരിച്ചവർ ക്രിസ്തുവിനെ അറിയാതെ, ക്രിസ്തു എന്ന വാക്ക് പോലും കേൾക്കാതെ ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരോ, അവരുടെ ഭാഗധേയം എന്ത്, അവരുടെ ഭാവി എന്ത്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ബൈബിൾ കരുതി വച്ചിട്ടുണ്ടോ? ബൈബിളുള്ളവർക്ക് വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. റോമർ 2:14-15 വാക്യങ്ങൾ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്കു തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. പിടുത്തം കിട്ടിയോന്തോ? ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്കു തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. വിശുദ്ധ പൗലോസ് ജാതികൾക്കും ന്യായപ്രമാണം ബാധകമാണ് എന്ന് വാദിച്ചവരോട് മറുപടി പറയുകയാണ്. ജാതികൾ, അതായത് യഹോവയായ ദൈവത്തെ അറിഞ്ഞൂടാത്ത, കർത്താവിനെ അറിഞ്ഞൂടാത്ത, ഇവൻ ദൈവത്തെ പോലും നേരായ വിധത്തിൽ അറിഞ്ഞൂടാത്ത ഒരുപാട് ജാതികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും രക്ഷിക്കപ്പെടണമെങ്കിൽ അവർക്ക് ന്യായപ്രമാണം കൂടിയേ തീരൂ എന്ന് വാദിച്ച റോമൻ സഭയിലെ ചിലരോട് പൗലോസ് മറുപടി പറയുകയാണ്, അങ്ങനെയല്ല. ജാതികൾ അവരുടെ മനസ്സാക്ഷിയുടെ പ്രമാണത്തിലൂടെ നന്മയുള്ള വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അവരുടെ മനസ്സാക്ഷിയിലൂടെ രക്ഷ നേടാൻ കഴിയും. ഒടുവിൽ റോമാലേഖനം 2:10-11 വാക്യങ്ങൾ ഇങ്ങനെയാണ്: നന്മ പ്രവർത്തിക്കുന്ന ഏവനും, നന്മ പ്രവർത്തിക്കുന്ന ആർക്കും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. മനസ്സാക്ഷിയുടെ ഈ പ്രമാണത്തിൽ അല്ലേ, ബൈബിൾ അവർക്കറിയില്ല, അവർക്ക് ബൈബിളില്ല അവരുടെ കയ്യിൽ. പക്ഷേ അവരുടെ മനസ്സാക്ഷിയുടെ പ്രമാണത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള സമർപ്പണം അവർക്കുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ മനസ്സാക്ഷിയുടെ പ്രമാണത്തിൽ കർത്താവ് അവരെ രക്ഷിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു, എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആർക്കും അഹന്തയുടെ ആവശ്യമില്ല. ന്യായപ്രമാണമുണ്ടെങ്കിൽ ന്യായപ്രമാണത്തിലൂടെ വിധിക്കപ്പെടും, ന്യായപ്രമാണമില്ല എങ്കിൽ മനസ്സാക്ഷിയുടെ പ്രമാണത്തിൽ വിധിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. നീ തെറ്റ് ചെയ്താൽ ന്യായവിധി ഉണ്ടാകും, പക്ഷേ അത് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലൂടെ മാത്രമല്ല മനസ്സാക്ഷിയുടെ പ്രമാണത്തിലൂടെയും കർത്താവിൻ്റെ വിധി കൽപ്പിതങ്ങളുണ്ട് എന്ന് ശക്തമായി ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മൾ ആരെയും വിധിക്കാൻ പോകണ്ട. ക്രൈസ്തവരായ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? ഗോസ്പൽ ഷെയർ ചെയ്യണം, സുവിശേഷം അറിയിക്കണം, കർത്താവിനെ പ്രസംഗിക്കണം, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് ശക്തമായി പറയാൻ നമുക്ക് കഴിയണം. സുവിശേഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവൃത്തികളിലൂടെയും കാണിക്കുവാൻ നമുക്ക് കഴിയണം. അത് നമ്മൾ ചെയ്യണം. കാര്യം ക്രൈസ്റ്റ് യൂണീക്കാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് ലോകത്തിൻ്റെ രക്ഷ സംഭവിച്ചത്. പക്ഷേ ഒരാളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളതിന് ദൈവത്തിന് പല മാനദണ്ഡങ്ങളാണ്. അതാണ് ബൈബിൾ പറയുന്നത്. പല മാനദണ്ഡങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ, ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടി, ആ കുട്ടിയോട് നമുക്ക് വചനത്തിൻ്റെ ഒരു സെനൻസ് പറയാൻ പറ്റുമോ? ഒരു സെനൻസ് ഹൃദിസ്ഥമാക്കാൻ ആ കുട്ടി കഴിവുണ്ടോ? എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. ആ കുട്ടി ദൈവരാജ്യത്തിൽ പോകില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും, ഞാനടക്കം എല്ലാവരെക്കാളും പറയാം, ആ കുട്ടി ഒന്നാമത് ദൈവരാജ്യത്തിൽ പോകും. പക്ഷെ ആ കുട്ടിയെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അരുണച്ചന് കർത്താവ് കൊടുക്കുന്ന ന്യായവിധിയുടെ അളവുകോലല്ല ആ കുട്ടിക്ക് കൊടുക്കുന്നത്. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ദൈവസന്നിധിയിൽ. ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഉത്തരം പറയേണ്ടി വരും.
പക്ഷെ ഇതൊന്നുമില്ലാത്ത അറിഞ്ഞൂടാത്ത മറ്റൊരാൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, കുറച്ച് ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചാൽ മതി. അതുകൊണ്ട് ഒരാൾക്ക് ദൈവരാജ്യ പ്രവേശനം കർത്താവ് ഉറപ്പാക്കുന്നത് ഒരേ മാനദണ്ഡത്തിലല്ല. ഓരോരുത്തർക്കും കർത്താവ് വ്യത്യസ്ത അളവുകോലുകൾ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക, അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. അതുകൊണ്ട് ബൈബിൾ കൊണ്ട് നടക്കുന്നവന് കുറേ ചോദ്യങ്ങൾ, ബൈബിൾ അറിഞ്ഞൂടാത്തതിന് വേറെ കുറേ ചോദ്യങ്ങൾ, ഓക്കെ. കർത്താവിനെ അറിഞ്ഞവർക്ക് കുറേ കൂടുതൽ ചോദ്യങ്ങൾ, കർത്താവിനെ അറിഞ്ഞിട്ടേ ഇല്ലാത്തവർക്ക് മേ ബി കുറേ എക്സ്ക്യൂസസ് ഒക്കെ കർത്താവ് കൊടുക്കുമായിരിക്കാം. അത് വിധിക്കാനും പറയാനും ഞാൻ ആളല്ല. എനിക്കൊരൊറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ. അത് യേശുവിനെ പ്രസംഗിക്കുക, യേശുവിനെ പോലെ ജീവിക്കുക, യേശുവിനെ പ്രസംഗിക്കുക, യേശുവിനെ പോലെ ജീവിക്കുക. അതാണ് എൻ്റെ ഉത്തരവാദിത്തം, അതാണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്. അത് ഞാൻ നിറവേറ്റുക, അതിൽ ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. പ്രിയമുള്ളവരെ, ബൈബിളിൽ തന്നെ പല സന്ദർഭങ്ങളിൽ, പല ജാതികളിൽ, പല മതങ്ങളിലൊക്കെ പെട്ടവരെ കർത്താവ് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ ഒരു ശതാധിപനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ശതാധിപനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെനൻസ് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10:2, ഭക്തനും ദൈവത്തെ ഭയപ്പെടുന്നവനും ധർമ്മം ചെയ്യുന്നവനും പ്രാർത്ഥിക്കുന്നവനും ആണ്. ഭക്തനും ദൈവത്തെ ഭയപ്പെടുന്നവനും ധർമ്മം ചെയ്യുന്നവനും പ്രാർത്ഥിക്കുന്നവനുമാണ് ആ ശതാധിപൻ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ആ ശതാധിപൻ ഈ കർത്താവിനെ അറിയുന്നതിന് മുമ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ അറിയുന്നതിന് മുൻപ് അയാൾ ഭക്തനും ധർമ്മം ചെയ്യുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനും പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. അപ്പോൾ അയാൾ ആരോട് പ്രാർത്ഥിച്ചിരിക്കും? അയാൾ ഏത് ദൈവത്തെ? ഓഫ് കോഴ്സ് യഹോവയായ ദൈവത്തെ അല്ല. കാര്യം അദ്ദേഹം യഹൂദനല്ല. അദ്ദേഹം ആരോടോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഭക്തനാണ്, ധർമ്മം ചെയ്യുന്നവനാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. പക്ഷേ ആ പ്രാർത്ഥനയ്ക്കും കർത്താവ് ഉത്തരം നൽകി. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ആ ഒരു പോക്കുണ്ട്, നീ മിസ്ലീഡ് ചെയ്യപ്പെടുകയാണ്, നീ പത്രോസിനെ വിളിച്ച് പ്രസംഗം കേൾക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചുവിടുന്നുണ്ട്. കർത്താവേ, അതുകൊണ്ട് കർത്താവിൻ്റെ വലിയ നന്മ ആ വീട്ടിലേക്ക് വരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17:4, ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടം വിശ്വസിച്ചു. ഭക്തിയുള്ള യവനന്മാരിൽ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഫിലോസഫേഴ്സാണ്, ഗ്രീക്ക് തത്വചിന്തകർ. അവരെല്ലാവരും പൗലോസിൻ്റെ പ്രസംഗം കേട്ട്, ഏഥൻസിലെ പ്രസംഗം കേട്ട് തിരിച്ചു വരികയാണ്. ഇങ്ങനെ ബൈബിളിലെ പല സന്ദർഭങ്ങളിലും കർത്താവ് ഇതര ജാതിയിൽപ്പെട്ടവരെ ഒക്കെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ഏറ്റവും രസകരമായ, നമുക്ക് സമയം വളരെ പരിമിതമാണെന്ന്, അതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാ ഭാഗം വിടുകയാണ്. രസകരമായ ഒരു സന്ദർഭം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം ആദ്യത്തെ 10-20 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ കുഷ്ഠരോഗബാധിതനാകുന്നുണ്ട്. സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം, കഥയെല്ലാം അറിയാം. അദ്ദേഹത്തെ എലീശാ പ്രവാചകനെ കാണാൻ വേണ്ടി വിടുന്നു. അപ്പോൾ എലീശാ പ്രവാചകൻ പോയി 7 പ്രാവശ്യം മുങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അയാൾ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. 7-ാമത്തെ പ്രാവശ്യം മുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കുഷ്ഠരോഗം മാറി. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ നയമാൻ പറഞ്ഞൊരു വിശ്വാസ പ്രഖ്യാപനം എങ്ങനെയാണ്? അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഒരു യാഗവും അർപ്പിക്കില്ല. പെർഫെക്റ്റ്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ നയമാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കാര്യത്തിൽ മാത്രം എന്നോട് ക്ഷമിക്കണം. ഓക്കെ, എലീശയോട് പറയുകയാണ്, ഒരു കാര്യത്തിൽ മാത്രം എന്നോട് ക്ഷമിക്കണം. എൻ്റെ യജമാനൻ രാജാവ് നമസ്കരിക്കാൻ വേണ്ടി റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. എൻ്റെ യജമാനൻ ആരാധിക്കാൻ വേണ്ടി റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അതുകൊണ്ട് എനിക്കും ചിലപ്പോൾ കൂടെ പോകേണ്ടി വരും. ആ ക്ഷേത്രത്തിൽ എൻ്റെ യജമാനനോടൊപ്പം പോകേണ്ടി വരും. എൻ്റെ കൈ പിടിച്ചായിരിക്കും അദ്ദേഹം മേ ബി കുമ്പിട്ട് ആരാധിക്കുന്നത്. ആ ക്ഷേത്രത്തിന് മുമ്പിൽ എൻ്റെ കൈ പിടിച്ചിങ്ങനെ തല വണങ്ങുമ്പോൾ മേ ബി എനിക്കും കുനിയേണ്ടി വരും. ആ ക്ഷേത്രത്തിൽ ചെന്ന് എനിക്കും എൻ്റെ യജമാനോടൊപ്പം കുനിയേണ്ടി വരും. ഓക്കെ, ഞാനും റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ മേ ബി നമസ്കരിക്കുന്നത് പോലെ, എൻ്റെ ബോഡി ലാംഗ്വേജ് നമസ്കരിക്കുന്നത് പോലെ കുനിയേണ്ടി വരും. ഈ കാര്യത്തിൽ യഹോവ എന്നോട് ക്ഷമിക്കുമോ? ഇതാണ് നയമാൻ എലീശയോട് ചോദിച്ചത്. ഈ കാര്യത്തിൽ യഹോവ എന്നോട് ക്ഷമിക്കുമോ? എലീശ പറഞ്ഞു, ഗോ ഇൻ പീസ്. സമാധാനത്തോടെ നീ പോ.
നിന്റെ മനസ്സാക്ഷിയെ കർത്താവ് അറിയുന്നു. നിന്റെ വിശ്വാസ സമർപ്പണത്തെ കർത്താവ് അറിയുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ യജമാനോടൊപ്പം, കാര്യം അദ്ദേഹം കീഴുദ്യോഗസ്ഥനാണ്, മേലുദ്യോഗസ്ഥന് വേറൊരു ജാതിയിൽപ്പെട്ട ആളാണ്. മേലുദ്യോഗസ്ഥന് ചിലപ്പോൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ചിലപ്പോൾ എനിക്കും ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പോകേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് കുനിയേണ്ടി വരും. യഹോവനോട് ക്ഷമിക്കുമോ? എലീശ പറഞ്ഞു, നീ സമാധാനത്തോടെ നീ പോ. സമാധാനത്തെ നമ്മൾ ഈ പറയുന്ന ഈ കഠിന ഹൃദയമൊന്നും അല്ല ദൈവം. കർത്താവ് എത്ര വിശാലമായി തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു, ഉൾക്കൊള്ളുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മുടെ മനസ്സാക്ഷിയുടെ പ്രമാണത്തിൽ കർത്താവ് സകലതും അറിയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രിയമുള്ളവരെ, ഇതൊരു 2 മണിക്കൂർ പ്രസംഗിക്കേണ്ട ഒരു ബൃഹത്തായ വിഷയമാണ്. ഇന്ന് തന്നെ വന്ന് ചാടിത്തന്നു. നമുക്ക് ലേലം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. മറ്റൊരു സന്ദർഭത്തിൽ ഇത് വിശദീകരിക്കാം. നമ്മുടെ ഇന്ത്യൻ മിഷണറിമാർ, ഇന്ത്യയിൽ വന്ന നമ്മുടെ സൗത്ത് കേരളയിൽ വന്ന മിഷണറിമാർ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ വന്ന ഒരുപാട് മിഷണറിമാരുണ്ട്. ഒരുപാട് മിഷണറിമാർ, സീഗൻ ബാഗ് തുടങ്ങി ഇങ്ങോട്ട് വരുന്ന ഒരുപാട് മിഷണറിമാർ, ഇവരെല്ലാവരും അവരുടെ ഹൈന്ദവ സഹോദരങ്ങളോടുള്ള അവരുടെ സംവാദങ്ങളെക്കുറിച്ചൊരു വലിയ പുസ്തകമുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഗാന്ധിജിയുമായി, ടാഗോറുമായി ഒക്കെ സംവാദം ചെയ്ത ഒരുപാട് മിഷണറിമാരുണ്ട്. അവരെക്കുറിച്ച് കൂടെ നമ്മൾ പഠിക്കണം. അവരും ഇവിടെ വന്ന് സുവിശേഷം ഉദാഹരണം പറഞ്ഞാൽ റോബർട്ട് ഡി നോബിളി എന്ന് പറയുന്നൊരു മിഷണറി, റോബർട്ട് ഡി നോബിളി എന്ന് പറയുന്ന മിഷണറി ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ, തമിഴ്നാട്ടിൽ വന്നപ്പോൾ ബ്രാഹ്മിൻസിൻ്റെ തെരുവിലാണ് വന്നു ചേർന്നത്. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഈ ബ്രാഹ്മിൻ വീടുകളിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ? അദ്ദേഹം ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്തത് കാവ്യ വസ്ത്രം, അദ്ദേഹത്തിൻ്റെ ലോഹ മാറ്റുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം കാവ്യ വസ്ത്രം എടുത്തു, ഒരു സന്യാസിയുടെ വേഷം ധരിച്ചു, അദ്ദേഹത്തിന് ദേഹത്ത് കുറി വരച്ചു. എന്നിട്ട് കാവ്യ വസ്ത്രം എടുത്ത് ദേഹത്തിൽ കുറിയിട്ട് ആദ്യമായിട്ടൊരു നമ്പൂതിരി ഭവനത്തിൽ കയറി പോകുന്നുണ്ട്. റോബർട്ട് ഡി നോബിളി ഇവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹം ബ്രാഹ്മണർക്ക് വേണ്ടി, ബ്രാഹ്മിൻസിന് വേണ്ടി ഒരു ക്രൈസ്തവ സഭ സ്ഥാപിച്ചിട്ടാണ് പോയത്. മിഷൻ പാരമ്പര്യങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ നടന്ന മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. വിപുലമായൊരു മിഷണറി സംവാദങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, വിപുലമായ മിഷണറി സംവാദങ്ങൾ. ഇന്നാരെങ്കിലും അങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് പറയും? നമുക്കത് അംഗീകരിക്കാൻ പറ്റൂ? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല, അല്ലേ? നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. മേ ബി സഭയെന്നാണെങ്കിൽ പുറത്താക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ സ്ഥിതി. പ്രിയമുള്ളവരെ, പക്ഷേ വിപുലമായൊരു മിഷൻ സംവിധാനങ്ങൾ, സംവാദങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ദൈവം സകലരുടെയും ദൈവമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. പുത്രൻ മുഖാന്തരം തൻ്റെ രക്ഷ എല്ലാവർക്കും നൽകുന്നു. അത് പ്രഖ്യാപിക്കാനും ജീവിതം കൊണ്ട് പ്രകാശിപ്പിക്കാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.